ഹായ് ഹലോ വീണ്ടും ഒരു ഓണക്കോടി എടുക്കാൻ പോക്കാണ് കേട്ടോ. പട്ടാമ്പിക്കാണ് പോകുന്നത്. ഇപ്പോൾ കൊപ്പത്ത് ബസ്സിലാണ് കേട്ടോ ഇരിക്കുന്നത്. ബസ് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ബസ് ഒരു കാറുമേൽ തട്ടി. അപ്പോൾ കാറുകാർ പറഞ്ഞു ഞങ്ങൾക്ക് വണ്ടി നേരെയാക്കാനായിട്ട് എന്തെങ്കിലും തന്നിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ബസ് പിടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സമയമൊക്കെ ഞങ്ങൾ ഇരുന്നു. പിന്നീട് അവർ പറഞ്ഞു മറ്റൊരു ബസ് വന്നപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മറ്റൊരു ബസ്സിൽ കയറി പോകുന്നു കേട്ടോ. ബസ്സുകാർക്കാണെങ്കിൽ ഭയങ്കര സ്പീഡാണ്. അവർ മത്സരിച്ചിട്ട് ഇപ്പോൾ എന്തായിട്ടായത് അവർ ഇനി ഒരുപാട് സമയം ഇവിടെ നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. അവർ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ആപത്താണ്. ഞങ്ങൾ മേലെ പട്ടാമ്പിയിൽ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ അമ്മയും അപ്പവും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പു എന്ന് പറഞ്ഞാൽ അനിയനാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ വകയുള്ള ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ എവിടെ കയറുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇമ്മാനുവൽ ഇതുവരെ കയറിയിട്ടില്ലല്ലോ. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അങ്ങനെ അവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടപ്പോഴേ അവർ പറയുന്നുണ്ട് അവൾ വീഡിയോ എടുക്കൽ തുടങ്ങിയെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് കയറി നോക്കിയിട്ടോ. ഇത് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഞാൻ പലതവണയായിട്ട് വിചാരിക്കുന്നുണ്ട് വരണം പക്ഷേ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കൂടുതലും മീഷോന്നും അങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കടകളിലൊന്നും അധികം കയറാറില്ല. അപ്പോൾ ആദ്യം തന്നെ എനിക്കുള്ള ചുരിദാർ സെലക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വലിച്ചിടുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് പറ്റിയതൊന്ന് കിട്ടിയിട്ടോ. അങ്ങനെ പെട്ടെന്ന് അതെടുത്തു. അപ്പോൾ ഞാൻ പാൻറ്റ് ഷോളൊക്കെ വരുന്ന അങ്ങനെ ഒരു ചുരിദാർ എടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കൂടുതലായിട്ടും വെറും ടോപ്പുകൾ മാത്രമാണ് എടുക്കാറ്. അപ്പോൾ ഇന്നെന്നല്ല ഇത്തവണ ഒരു വ്യത്യസ്തതയിൽ പാൻറ്റ് ഷോളും വരുന്നത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുന്നേ എടുത്തതും അതാണ്. ഇതും ഇപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ അതിനുശേഷം പിന്നെ ഉണ്ണിക്കുള്ള ഡ്രസ്സ് ആദ്യക്കുള്ള ഡ്രസ്സൊക്കെ നോക്കണം. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ചുരിദാറിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നേരെ ഇനി ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ലെഹങ്ക നോക്കാമെന്ന് വിചാരിച്ചു. മുന്നേ ലെഹങ്ക എടുക്കാൻ വെച്ചത് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ പട്ടുപാട എടുത്തല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ലെഹങ്ക എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് നോക്കാൻ വേണ്ടി വന്നു. നല്ല പട്ടുപാടകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ പ്രായമായിരുന്നെങ്കിൽ ഒന്നും കൂടി ഇട്ട് നോക്കാമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ വരുന്നുണ്ട്. ഉണ്ണിക്ക് എടുത്ത ലെഹങ്കയുടെ അതേ ഒരു കളർ ചേഞ്ച് നന്ദയ്ക്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരുടെ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദ്യക്കുള്ളത് നോക്കുമായിരുന്നു. ആദ്യയുടേത് ഒക്കെ അവൻ തന്നെ അപ്പുവിനാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ അവനും കൂടിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ ആ വഴിക്ക് അധികം പോയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വിനോദിന് വേണ്ടിയിട്ട് ഒരു ഷർട്ടും നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് തീരെ എടുക്കാൻ അറിയില്ല കേട്ടോ. ഏട്ടനുള്ളതൊന്നും സൈസും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ അറിയേയില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ അവനായിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഒരു കാവ്യമുണ്ടും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കാവ്യമുണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാരി നോക്കുമായിരുന്നു. അപ്പോൾ അവരവിടെ സാരിയൊക്കെ നോക്കുന്ന സമയത്ത് ഞാനിവിടെ ഇങ്ങനെ ഓരോന്ന് വീഡിയോ എടുത്ത് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്ത് നടക്കുന്ന സമയത്താണ് എൻ്റെ ശ്രദ്ധയിലൊരു സംഭവം പെട്ടത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരികൾ വളരെ തുച്ഛം വിലയുള്ള സാരികൾ കേട്ടോ. ഇതിന് ഇതാണ്ടോ 315 രൂപയൊക്കെ ഉള്ളൂ. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ആ പൊടികളൊക്കെ ഗിൽറ്റൊക്കെ ചിലപ്പോൾ പോകുമായിരിക്കാം. എന്നാലും കൂടിയിട്ട് നല്ല സിമ്പിളായിട്ട് നല്ല കാണാനും നല്ല ഭംഗിയുള്ള സാരികളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് അതെടുക്കണമെന്ന് വെച്ചപ്പോൾ അമ്മയ്ക്ക് എന്തോ അത് ഇഷ്ടമായില്ല കേട്ടോ. അതൊക്കെ ചെറുപ്പക്കാർക്കേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തായാലും അത് നല്ല ഇഷ്ടമായി. പിന്നീട് അങ്ങനെ നമ്മുടെ സാരിയൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഈ തുണിക്ക് മീറ്ററിന് 125 രൂപ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ മേടിച്ചിട്ട് അടിച്ചിടാൻ നല്ല അടിപൊളിയായിരിക്കും അല്ലേ. പിന്നീടാണ് കേട്ടോ ഞാൻ മുകൾ ഭാഗത്തും കുറേ ചുരിദാറിൻ്റെ കളക്ഷൻസ് കണ്ടത്. ഇവിടെ കൂടുതലും ചുരിദാറുകളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ വന്നിട്ട് ചുരിദാറുകൾ എടുത്തോളൂ. കാരണം നമുക്ക് വ്യത്യസ്ത രീതിയിൽ ഒരുപാട് തിരഞ്ഞെടുക്കാം. റേറ്റ് നല്ല കുറവുള്ളതും കൂടുതലുള്ള അങ്ങനെ ഏത് വിധം വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പാൻറ്റും ഷോളും അങ്ങനെ വരുന്നതും വെറും ടോപ്പ് വരുന്നതും അങ്ങനെ കുറേ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ നോക്കി നടക്കുമായിരുന്നു കേട്ടോ.
അങ്ങനെ ഇന്നത്തെ ഓണക്കോടി എടുക്കൽ അവസാനിപ്പിച്ച് ഞങ്ങൾ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് വന്നു. അപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ബില്ലിങ് കഴിഞ്ഞപ്പോൾ സമ്മാന കൂപ്പൺ കിട്ടിയിട്ടോ. അപ്പോൾ ഇവിടെ നറുക്കെടുപ്പുണ്ട് ഇത്ര ഞായറാഴ്ച ദിവസങ്ങളിൽ. ഇപ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അത് 2 കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 5000 രൂപയ്ക്ക് മുകളിലത്തെ പർച്ചേസ് ചെയ്തു. അപ്പോൾ അങ്ങനെ 2 കൂപ്പൺ കിട്ടി. അങ്ങനെ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ 1 കൂപ്പൺ കിട്ടും. അങ്ങനെയാണ് സംഭവം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അതൊക്കെ പൂരിപ്പിച്ച് അതിലിട്ടിട്ടുണ്ടായിരുന്നു. സമ്മാനം കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എല്ലാവർക്കും ഭയങ്കര വിശപ്പായിട്ടോ. പിന്നെ നേരെ ഒരു ഹോട്ടലിലേക്ക് കയറി പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഇതായി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ വിളിച്ച് സ്റ്റാൻഡിലേക്ക് വന്നു കേട്ടോ. കാരണം സ്റ്റാൻഡിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിൽ സീറ്റ് കിട്ടും. അതല്ലെങ്കിൽ എനിക്ക് ഇവരേനായിട്ട് കവറൊക്കെ ആയിട്ട് നിന്നിട്ട് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ സ്റ്റാൻഡിലേക്ക് വന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സീറ്റുകൾ കാലിയായിട്ടുണ്ടായിരിക്കും. പിന്നീട് അവരാണെങ്കിൽ മേലെ വട്ടാമിന്ന് ബസ് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. നേരെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ ഓണക്കോടികളെല്ലാം കൂടി വെച്ചിട്ട് ഞാനൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.